വേണ്ടി മാത്രം. പിന്നെ അത് നമുക്ക് നട്ടിട്ടുണ്ട്. ഇന്ന് നമുക്ക് പുതിയൊരു ആളവിടെ എത്തി കുത്തിരിക്കുക പറിക്കാൻ നോക്കിയിരിക്കുക. ഇതാണ് റൊളീനി എന്ന് പറയുന്നത്. നമുക്കിത് ഒരു പഴം കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു പുതിയ പഴം കൂടെ പരിചയപ്പെടുത്താം. ഏതാ ഇത്? എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. പിന്നെ ഈ സാമ്പാർ അമരപ്പയർ എന്ന് പറയും, സാമ്പാർ പയർ എന്ന് പറയും. നമ്മുടെ നാട്ടിൽ അങ്ങനെ പിടിക്കുന്നത്, അങ്ങനെ പിടിച്ച എല്ലായിടും ഉള്ളതായത് സാമ്പാർ പയർ, അമരപ്പയർ എന്നൊക്കെ പറയുന്നില്ലേ. അത് അമരപ്പയർ, സാമ്പാർ പയർ, പലയിടത്തും പല പേരാണ് പറയുന്നത്. അമരപ്പയർ എന്ന് പറയുന്നത് വേറൊരു തരം പയറുണ്ട്. തോരൻ വെക്കാനുണ്ട്. വേറെ സാധനങ്ങളുണ്ട്. നമുക്കുള്ള കൃഷിയെ കാണിച്ചു നല്ല വഴുതന. അത് അയ്യോ, ഇത് വിളഞ്ഞു പോയെന്നാ തോന്നുന്നു. അത് പറിച്ചോ. എന്നാ കത്തിന്ന അതുകൊണ്ട് അതിലൊന്നും നിൽക്കുന്നു. എല്ലാം കൊണ്ട് കൈ എത്തുന്നില്ലേ. അത് കുഴപ്പമില്ല. കത്തി വേണ്ടേ? നല്ല മെഴുക്ക് വരട്ടി വയ്ക്കാം. ഇതുകൂടെ പറിക്കാം. ഒരു ചെറിയ മെഴുക്ക് വരട്ടിക്ക് ഉപയോഗിക്കാം. കൂടെ കൂടെ എടുത്തുകൊണ്ട് ഉണ്ടായിരുന്നേ. ഓക്കെ. വേണ്ട തക്കാളിയൊക്കെ പഴുത്ത് വരുന്നുണ്ട്. ഞങ്ങളുടെ 2 മൂട് തക്കാളി, 3 മൂട് വഴുതന. നമ്മുടെ ആവശ്യത്തിന്, സ്വന്തം ആവശ്യത്തിന് വേണ്ടി മാത്രം. പിന്നെ അത് നമുക്ക് നട്ടിട്ടുണ്ട്. ഇന്ന് നമുക്ക് പുതിയൊരു ആളവിടെ എത്തി കുത്തിരിക്കുക പറിക്കാൻ നോക്കിയിരിക്കുക. നമുക്കിന്ന് ഒരു പുതിയ പഴം പരിചയപ്പെടുത്തി തരാം. അതിൻ്റെ പേര് ഇത്തിരി ഫേമസായ പേരാണ്. അല്ലേ? റൊളീനി എന്നാണ് ഇതിൻ്റെ പേര്. ഇതാണ് സാധനം. അപ്പോൾ അതിൽ നമ്മുടെ ഒരു പഴം പഴുത്തിട്ടുണ്ട്. വേണ്ട ഇത് വേണ്ട. പുറത്തോ കണ്ട. ഇതാണ് റൊളീനി എന്ന് പറയുന്നത്. നമുക്കിത് ഒരു പഴം കിട്ടിയിട്ടുണ്ട്. സൂപ്പർ പഴമാണ് എന്നാണ് പറയുന്നത്. പക്ഷെ എനിക്ക് അത്ര സൂപ്പറായിട്ട് തോന്നിയില്ല. അപ്പോൾ നമ്മൾ ഇവിടെ കിട്ടുന്ന പഴങ്ങളെല്ലാം ടേസ്റ്റ് ചെയ്യുന്ന ആളുണ്ട്. അപ്പോൾ ടേസ്റ്റ് മക്കളെവിടെ ഇല്ലേ നിങ്ങൾക്ക് തരും. ഇവരൊക്കെ 2ാം ടേസ്റ്ററുകൾ. നമുക്ക് ഇല്ല, അതൊരു ഇലയിൽ ഒരു ചേമ്പലയിലോട്ട് അങ്ങോട്ട് വയ്ക്കും. പാത്രം എടുത്തോണ്ട് വന്നില്ല. പോകാൻ നേരത്തെ എടുത്തോണ്ട് പോവാം. ഇവിടെ ഇരിക്കട്ടെ. അവിടെ ഇരിക്കട്ടാ. മതി നോക്കിയത്. അതെല്ലാം ചവിട്ടിക്കളയല്ലേ. മുളക് നട്ടേക്കുവോ? മുളക് തൈ. റൊളീനിയ. ഇതാണ് റൊളീനിയ എന്ന് പറയുന്ന പഴം. കണ്ടല്ലോ, ഇതാണ് റൊളീനിയ. അതിൻ്റെ ഒരു ഏകദേശം രൂപം. ഇനി ഒന്ന് ഒരു വർഷം ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് പറയാം. എല്ലാവർക്കും കൊടുക്കാം. ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കുക. ചെറിയ കഷ്ണം ടേസ്റ്റ് നോക്കുക. ആദ്യമായിട്ട് പിടിച്ചതാണ്. ഇപ്പോൾ ഒരു 2 വർഷം ആയിട്ടുണ്ടാവും അല്ലേ ഇത് നട്ടിട്ട്. എന്തോ ടേസ്റ്റ്? നല്ല മധുരമുണ്ടാ. നമ്മുടെ ആത്തേക്കായും ടേസ്റ്റ് ചെയ്യാനോ? ആണോ? അപ്പോൾ ആത്ത കണ്ടപ്പോഴുണ്ട്. അപ്പം എനിക്ക് എന്തിനാ പറഞ്ഞൊരു നമ്മുടെ ഒരു മാങ്ങയുടെ ഒക്കെ പോലെ എന്തോ ഒരു സത്യമായിട്ടും വേറൊരു രുചി. മാങ്ങയുടെയാണ് എന്തോ ഒരു രുചി. വല്ലാത്ത രുചിയാണ്. നല്ല രുചിയാണ്. ഒരു മാങ്ങയുടെ ഗുണമൊക്കെ രുചി തോന്നുന്നു. ഞാനൊരിക്കൽ കഴിച്ചിട്ട് അതിന് ശരിക്കും വിളയാഞ്ഞത് ഉണ്ടാകുന്ന അറിയത്തില്ല.
ഏതോ മാങ്ങയുടെ ഒരു രുചി പോലെ തോന്നി എനിക്ക്. മാങ്ങ രുചിയാ. പിള്ളേർക്ക് കൊടുക്കണം. ആണ്ടേ ഇച്ചിരി കഴിച്ചു നോക്കിയാണ് എന്തോ രുചി ഒരു വ്യത്യാസം. നല്ല ആത്തച്ചക്കയുടെ രുചിയൊന്നുമല്ല, ആത്തച്ചക്കയുടെ രുചിയല്ല, ആത്തച്ചക്കയുടെ ടേസ്റ്റും അല്ല, ഒന്നുമല്ല. ഞാൻ പറഞ്ഞാ നീലം മാങ്ങയുടെ ഒരു ഏകദേശം എന്തോ ഒരു മാങ്ങയുടെ പോലെ ഒരു നീലം മാങ്ങയുടെ ഒരു ഏകദേശം ടേസ്റ്റ് പോലെ വരുന്നുണ്ട്. ഏതോ മാങ്ങയുടെ നീലമാണോ ഏതോ, പക്ഷെ ഏതോ ഒരു മാങ്ങയുടെ ടേസ്റ്റ്. നീലമാങ്ങയുടെ ആ ഒരു കരികരിപ്പോ ആത്തച്ചക്കയ്ക്ക് ഒരു പുളിപ്പും ഒരു ഇതൊക്കെ ഇല്ലേ, അതൊന്നുമില്ല. ഞങ്ങൾ ടേസ്റ്റ് നോക്കിയിട്ട് തരാം മക്കളെ. അയ്യോ നല്ല രുചിയില് അല്ലേ, കുഴപ്പമില്ല കേട്ടോ. നല്ല രുചിയുള്ള പഴം, സൂപ്പർ പഴമാണ്, അടിപൊളി പഴമാണ്. ഇനി അവർക്ക് കൊച്ചുങ്ങൾക്ക് കൊടുക്കട്ടെ എന്ന് പറഞ്ഞാൽ ഇത് തിന്നാൻ കൊള്ളാം അല്ലേ. അതെ, ഒരുപാട് ഇങ്ങനെ കുരു ഒന്നും ഇല്ലാണ്ട്, ഒത്തിരി ഒന്നും ഇല്ല, തിന്നാൻ ഒരുപാട് സാധനമുണ്ട് ഇതിനകത്ത് കേട്ടാ. ഇതിവിടെ വെച്ചോ. ഇത് ഇവിടെ വരുന്നവർക്കൊക്കെ കൊടുക്കാനുള്ളതാ. ഇനി ക്യാമറാമാനുണ്ട്. ഇനി ഇവർക്ക് പിള്ളേർക്ക് കൊടുത്തില്ലെങ്കിൽ അവരിനി അല്ലെങ്കിൽ രണ്ടും കൂടെ ഇനി കത്തിയും കൂടെ പിടിച്ചോ. തിന്നിട്ട് അഭിപ്രായം പറയണം കേട്ടാ. രണ്ടുപേരും അഭിപ്രായം പറയാം. മാങ്ങയുടെ അത്ര മധുരമല്ല, പക്ഷെ ഒരു രുചി എന്തോ ഒരു മാങ്ങയുടെ ഒരു ഫ്ലേവർ. മാങ്ങ തിന്നുമ്പോ ഒരു അത്ര മധുരമൊന്നും പറയാൻ പറ്റില്ല, എന്നാലും മധുരം ഓവർ മധുരമൊന്നുമില്ല. മധുരം അങ്ങനെ മാങ്ങയുടെ അത്ര മധുരമില്ല, പക്ഷെ മാങ്ങയുടെ ഒരു രുചിയില്ല. നീ കഴിഞ്ഞു വാ. അവർ രണ്ടുപേരും ഇവിടുത്തെ എല്ലാ പഴങ്ങളിലും ഇവർ രണ്ടുപേര് ടേസ്റ്റ് നോക്കുന്നതാണ്. ആരാ തിന്നുന്നത്? അടിച്ചോണ്ട് പോകുന്നു. മോൻ തരും, താഴെ എടുക്കല്ലേ. കൊച്ചു തരും, അവർക്ക് ഇഷ്ടപ്പെട്ടു, രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ലതാണ് മക്കളെ. മാങ്ങയുടെ ഒരു ഇതുണ്ട്, മാങ്ങയുടെ പോലെ എന്തോ അങ്ങനെ എന്തോന്നോ ഒരു രുചി, എന്തായാലും നല്ലതാ. അപ്പൊ ഇതൊരെണ്ണം വെച്ച് പിടിപ്പിച്ചാൽ കൊള്ളാം, നഷ്ടമൊന്നുമില്ല. ഒരു 2 വർഷം കൊണ്ട് കായ്ക്കുകയും ചെയ്യും. പെട്ടെന്ന് ഇതിപ്പോ അത്രയും വലിയ മരമൊന്നും ആയില്ല, ശരിക്കും കായ്ക്കുന്നുണ്ട്. ഇതിലൊക്കെ കാ പിടിച്ചിടക്കുന്നുണ്ടോ? അതെന്തോ കറുത്തിരിക്കും, കേടാവും. കേടല്ലത്, അതെന്തോന്നാ വേറെ എന്താ പ്രശ്നം. കുഴപ്പമില്ല, ശരിക്കും കായം പിടിക്കും. ഇഷ്ടംപോലെ കായ ഇടയിലൊക്കെ ഉണ്ടോ? കായക്കൊന്ന് കാണിച്ചേടാ, കിടക്കുന്നുണ്ട് താഴെ, മേലിൽ എവിടെയൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ കൊള്ളാം, നല്ല പഴമാണ്. വന്ന് കൊള്ളത്തിൽ പറഞ്ഞു